ഇപ്പോഴത്തെ കാലം ജെൻസിയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് ഞാൻ പറയാം, അതിപ്പോ ഒരുപാട് നടന്നു വരുന്ന കാര്യമാണ്. ഇപ്പോ വൺ നൈറ്റ് സ്റ്റാൻഡ്, കാഷ്വല്, പിന്നെ അല്ലെങ്കിൽ ബെഞ്ചിങ് എന്ന് പറഞ്ഞ ഒരുപാട് ഇങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ ഒരുപാട് ടേംസ് അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരാളുടെയിലോട്ടൊരു ഫുൾ കമ്മിറ്റ്മെന്റ്, ഒരു 100% കൊടുക്കാനുള്ളൊരു മടി കാരണമാണ് ഇപ്പൊ കൂടുതൽ ലിവിങ് ടുഗെദർ ആയിക്കോട്ടെ, കാഷ്വൽ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഇപ്പൊ മാരേജസിന്റെ കുറവായിക്കോട്ടെ നമ്മൾ കണ്ടുവരാൻ കാരണം. ഇപ്പൊ അവര് വിചാരിക്കുന്ന ഇത്രേ ഉള്ളൂ, മാരേജ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരാളുടെ അടുത്ത് മാത്രം സെറ്റിൽ ഡൗൺ ചെയ്യണം, എനിക്കിപ്പോ അതിന് പറ്റില്ല, എനിക്ക് എന്റേതായിട്ടുള്ള ഇത് വേണം, എനിക്ക് എന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം. പക്ഷെ അതൊരു മിസ്യൂസ് ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷ സമൂഹത്തിനെ മൊത്തം ഒഴിവാക്കിയിട്ട് നമുക്ക് എല്ലാത്തിന്റെയും പൊക്കത്ത് കയറി ഇരിക്കണം എന്നുള്ളതല്ല. നമുക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോ പണ്ടത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടുജോലികളെല്ലാം സ്ത്രീകൾ തന്നെ ചെയ്യണം എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാര് പിള്ളേരെ അത് ലെവൽ ചെയ്തുകൊണ്ട് ആൺമക്കളെ ആയാലും പെൺമക്കളെ ആയാലും ഒരേപോലെയാണ് വീട്ടുജോലികളായിക്കോട്ടെ എന്ത് കാര്യമായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പല പുരുഷന്മാരും എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കിട്ടാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അതായത് ബിസിനസ് ഒരു കച്ചവടം ആരംഭിക്കാൻ വേണ്ടിയിട്ട് എന്താ എന്റെ പൈസ ഇല്ല, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തില്ല, അപ്പൊ പിന്നെ എന്താണ് നെക്സ്റ്റ് മാർഗം, നെക്സ്റ്റ് വഴി എന്താ വെച്ചാൽ വിവാഹം കഴിയും. നമസ്കാരം. ഈ ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ പലരും ഈ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരിക്കും ഫെമിനിസം എന്താണ് എന്നുള്ളത് ആളുകൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവർ പറയുന്നതാണ് ഫെമിനിസം എന്നാണ് നമ്മുടെ പൊതുസമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ശരിക്കും ഫെമിനിസത്തെ കുറിച്ച് എന്താണ് ശില്പിക്ക് പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തില് ഫെമിനിസം എന്ന് പറയുന്നത്, അതായത് ലിംഗത്തിന്റെ പേരിൽ മാറ്റി നിർത്താതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നൊരു ലിംഗത്തിന്റെ പേരിലൊരു വേർതിരിവില്ലാത്ത ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിത സാഹചര്യം. അതാണ് എന്റെ ഒരു അഭിപ്രായത്തില് ഫെമിനിസം എന്ന് പറയുന്നത്. ബാക്കിയുള്ളൊക്കെ കുറെയൊക്കെ ഷോ ഓഫ് ആവാം, അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ മാറ്റി നിർത്തൽപ്പെടലും അതൊക്കെ ഉണ്ടാവുന്നത്. തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ തുല്യ വേതനം വേണം, അതോടൊപ്പം തന്നെ വീട്ടിൽ തുല്യ സ്ഥാനം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യാസം തന്നെയാണല്ലോ, ലിംഗ വ്യത്യാസം ഉള്ളതൊരു ഇത് തന്നെയാണ്. അപ്പോൾ ഈ ലിംഗത്തിന്റെ പേരിൽ ഈ ഒരു ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫെമിനിസം വാദിക്കുന്നത്. അപ്പൊ ചില തൊഴിലിടങ്ങളുണ്ടല്ലോ ഈ തുല്യത നമുക്ക് നൽകാൻ സാധിക്കാതെ, ഇപ്പൊ തെങ്ങ് കയറുന്ന സ്ത്രീകളിപ്പോ ഉണ്ട്, സ്ത്രീകളിപ്പോ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ശരിക്കും നമ്മളുടെ ലോകത്ത് ഇപ്പോൾ സ്ത്രീകൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ തന്നെ മാറിയിട്ടുണ്ട്. എന്താണ് ന്യൂജൻസി ആയിട്ടുള്ള എവരിന് പറയുന്നത്? എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഇക്വാലിറ്റിയിലുപരി ഇപ്പൊ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാം എനിക്ക് ചെയ്യണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല. എന്റെ അഭിപ്രായത്തില് എന്റെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞ പോലെ തെങ്ങ് കയറ്റം, എനിക്ക് ഓടിപ്പടിച്ച് തെങ്ങിൽ കയറണം എന്നില്ല. ആണുങ്ങൾ ചെയ്യുന്ന ഇപ്പൊ ഷിപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങളുടെ ആ ഒരു ജോബ് ലെവല് തന്നെ വേണം അവിടെ എന്നൊക്കെ പറഞ്ഞ, എന്ന് വെച്ച് പെണ്ണുങ്ങളില്ല എന്നല്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് വീട്ടിലായിക്കോട്ടെ പറയാനുള്ള ഒരു അവസരം നമുക്ക് തുറന്നു കിട്ടണം എന്നാണ് എന്റെ അഭിപ്രായത്തില് ഞാൻ ഉറച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നത് വെച്ചാല് നമ്മുടെ ഈ സ്ത്രീകളുടെ ഇപ്പോഴത്തെ സൗന്ദര്യ സങ്കല്പത്തിൽ ഉൾപ്പെടെ മാറ്റം വന്നിട്ടില്ലേ? മനസ്സിലായില്ല. സൗന്ദര്യ സങ്കല്പങ്ങളിൽ മാറ്റം വന്നിട്ടില്ലേ? സ്ത്രീകളിൽ തന്നെയാണോ അല്ലെങ്കിൽ പുരുഷന്മാരിലേക്കാണോ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് പണ്ടുണ്ടായിരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്, അതായത് ഈ പുരുഷനെ കുറിച്ചുള്ള ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ത്രീയെ കുറിച്ചുള്ള, അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ? അത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ചില ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോ പണ്ട് നമ്മൾ കുറച്ചിലായി കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ വളരെ നോർമലൈസ് ചെയ്ത് എല്ലാവരും അത് എംബ്രേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ് ഫേഷ്യൽ ഹെയർ ആയിക്കോട്ടെ, കേളി ഹെയർ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് വലിയൊരു താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, പക്ഷെ ഓരോരുത്തരും അതിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പിക്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫേഷ്യൽ ഹെയർ ഒക്കെ വളരെ നോർമലൈസ് ചെയ്ത് ഇപ്പൊ അണ്ടർ ആം പിഗ്മെന്റേഷൻ, പണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കുറച്ചിൽ തോന്നിക്കുന്ന കാര്യമാണ്. ഇതിപ്പോ വളരെ നോർമലൈസ് ചെയ്ത് എല്ലാവർക്കും ഉള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യാവസ്ഥ. എനിക്കൊന്നും പറയാം, ഈ കോംപ്രമൈസ് പണ്ട് സ്ത്രീകൾ പലരോടും കോംപ്രമൈസ് ചെയ്യരുത്. കാരണം അവര് ഒരു ഇപ്പോ കുടുംബത്തിലാണെങ്കിലും തൊഴിലിടത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കോംപ്രമൈസുകൾക്ക് തയ്യാറാകുമായിരുന്നു. അതായത് അവര് പലപ്പോഴും അന്ന പോട്ടെ എന്ന് കരുതുന്നു. ഇന്ന് അങ്ങനെ സ്ത്രീകൾ കോംപ്രമൈസിന് തയ്യാറാവുന്നുണ്ടോ? എന്താ പറയുക? ഇല്ല, തീർച്ചയായിട്ടും ഇപ്പൊ സ്ത്രീകൾ എന്ന് വെച്ചാൽ കോംപ്രമൈസിന് അങ്ങനെ തയ്യാറാവുന്നില്ല. കാരണം നമുക്കും, അതായത് ഈ സ്ത്രീകൾ എന്ന് വെച്ചാൽ
പണ്ടൊരു ഇപ്പൊ ഒരു പ്രിവിലേജ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ സ്ത്രീകൾ എന്ന് വെച്ചാൽ അവർക്ക് അത് പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു പണ്ടത്തെ കാലത്തെന്ന് വെച്ചാൽ. പക്ഷെ ഇപ്പോഴും പുരുഷന്മാരാണെങ്കിലും ഇപ്പോഴുള്ള ജെൻസി കുട്ടികളാണെങ്കിലും അവർ അംഗീകരിക്കാനായിട്ട് തുടങ്ങി. അതായത് സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ പറ്റും, അല്ലെ ഞങ്ങളെ പോലെ തന്നെയാണെന്ന് അംഗീകരിക്കാനായിട്ട് തുടങ്ങി. ഈ കോംപ്രമൈസിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഉണ്ടോന്ന് എനിക്ക് എൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്തിനും കോംപ്രമൈസ് ചെയ്ത് എന്തിനും ഞാനത് സഹിച്ചോളാം എന്ന് പറഞ്ഞ് ഈ സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ അമ്മായിമ്മ പോരെന്ന് പറയുന്ന സാധനം, എന്ത് ഞാനങ്ങ് സഹിച്ചോളാം കുഴപ്പമില്ല എന്നെ ഇവിടെ കൊണ്ടുവന്നല്ലേ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യം ഇല്ല സത്യം. സീരിയലുകളിൽ കാണുന്ന ഒന്നും ഇന്നത്തെ പക്ഷേ ചില കുടുംബങ്ങളിലൊക്കെ നടക്കുന്നതുണ്ട്, അങ്ങനെ നടക്കുന്ന കുടുംബങ്ങളും എനിക്കറിയാം. അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക. പക്ഷെ കോംപ്രമൈസിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. നമുക്കൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടല്ലോ, അത് വെച്ച് ജീവിക്കാനായിട്ട് പറ്റണം. ഫെമിനിസം എന്ന് പറയുമ്പോൾ തന്നെ അത് ടോക്സിക് ഫെമിനിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാരണം പണ്ട് എന്തിന്റെ പേരിലാണോ സ്ത്രീകൾ പുരുഷന്മാരെ കുറ്റം പറഞ്ഞിരുന്നത്, ആ ടോക്സിക് മാസ്കുലിനിറ്റി, അതേപോലെ തന്നെ ടോക്സിക് ഫെമിനിസം കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. പുരുഷന്മാരെ വേണ്ട ഈ ലോകത്ത്, കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആധിപത്യം, അതും ശരിയല്ലല്ലോ. ശരിക്കും അതും ശരിയല്ല. ഇപ്പൊ പക്ഷെ ഒരുപാട് ആണുങ്ങൾ മാറി തുടങ്ങിയുള്ളതാണ് സത്യാവസ്ഥ. അതുപോലെ തന്നെ എല്ലാ കൂട്ടത്തിലുണ്ടാവുമല്ലോ ഒരു ഇച്ചിരി മാറ്റം തിങ്ക് ചെയ്യുന്നവര്, അവരിനെ വെച്ച് നമുക്ക് ബാക്കി ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റൂല. അത് തന്നെയാണ് ആണുങ്ങളുടെ കാര്യത്തിലും നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഒരുപാട് ആണുങ്ങൾ മാറി തുടങ്ങി എന്ന് വെച്ച് ചെറിയ ആൾക്കാർ മാറ്റം ഇല്ലാത്തത് നമുക്കൊന്നും ചെയ്യാനോ പറയാനോ പറ്റില്ല. അവരുടെ മെന്റാലിറ്റിയില് നമുക്ക് എത്രത്തോളം മാറ്റാൻ പറ്റണം ഈ ടോക്സിക് ഫെമിനിസത്തിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഫെമിനിസം വേണ്ട രീതിയിൽ പൊതുസമൂഹം അക്സെപ്റ്റ് ഫെമിനിസ്റ്റ് ഐക്കണുകളായിട്ട് സമൂഹം കാണും. അവര് പറയുന്നത് പ്രശ്നമാണ്. അപ്പൊ മൊത്തം ഫെമിനിസം പ്രശ്നമാണ് എന്നൊരു ഐഡിയയിലേക്ക് ഇവര് പറയുന്ന സാധനം കൊണ്ട് എത്തിക്കുന്നില്ല. ഞാൻ വേറെ കാര്യം ചോദിച്ചോളൂ. ഇപ്പൊ എനിക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ കൂടുതലായിട്ടും ഈ തനിച്ച് മാരേജ് ലൈഫിൽ അവർക്ക് താല്പര്യമില്ല. അവർക്ക് തനിച്ച് ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു ലോകം, അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം, അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അതിപ്പോ സാറ് പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് തനിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി എല്ലാ സ്ത്രീകളും ഇപ്പോ അതായത് വിവാഹം വേണ്ട അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന മീൻസ് എല്ലാവരും അങ്ങനെയല്ല. കാരണം പിന്നെ അങ്ങനെ അല്ലാത്ത സ്ത്രീകളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സ്വാതന്ത്ര്യം എന്ന് വെച്ചിട്ട് അവർക്ക് സ്വാതന്ത്ര്യം വേണ്ട അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് അതായത് ഫിനാൻഷ്യലി സ്റ്റേബിളായ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ പുരുഷന്റെ കീഴിൽ നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം അതിനൊരു കാരണമാണ്. പിന്നെ അത് മാത്രമല്ല അതായത് ഇപ്പോ നല്ല രീതിയിലുള്ള പാർട്ട്ണർ കിട്ടിയില്ലെങ്കിലും ഇപ്പൊ അവർക്ക് അതിനും ഭേദം എനിക്ക് സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എനിക്ക് താല്പര്യം. അതായത് നമുക്ക് മനസ്സിന് യോജിച്ചൊരു പാർട്ട്ണർ അല്ല നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ ഇപ്പൊ അവര് സ്വാഭാവികമായിട്ട് ചിന്തിക്കും അതിനും ഭേദം മനസ്സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അവരുടെ മുന്നിലുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ അവരുടെ മുന്നിൽ തന്നെ ഇതുപോലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ മാരേജ് ലൈഫിലായിട്ട് ഇതുപോലെ സമാധാനം ഇല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവര് അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ആളുകൾ ഒരുപാട് നമ്മളുടെ മുമ്പിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഫെമിനിസ്റ്റായിട്ട് മുദ്ര കുത്തിയിട്ടുള്ള ഒരു സ്ത്രീ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ ചെറുപ്പകാലത്ത് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തം പേരൻസിന്റെ കയ്യിൽ നിന്ന് പോലും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് അവരുടെ ജീവിത സാഹചര്യമായിരിക്കും ഒരുപക്ഷെ അവരതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. എങ്കിലും എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പോ കൂടുതലായിട്ടും വിവാഹത്തിനൊക്കെ അപ്പുറത്തേക്ക് ലിവിങ് ടുഗദറിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പല മാതാപിതാക്കന്മാർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പല ആളുകൾ ഇപ്പോ ഈ കൊച്ചിയിൽ നിന്നൊക്കെ പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കൊച്ചിയിലൊക്കെ വന്ന് താമസിക്കുന്ന സമയത്ത് വെച്ചാൽ ലിവിങ് ടുഗദർ ആണോ? ഈ ലിവിങ് ടുഗദറിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായിരിക്കും. ഇപ്പോഴത്തെ കാലം ജെൻസിയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് ഞാൻ പറയാ അതിപ്പോ ഒരുപാട് നടന്നു വരുന്ന കാര്യമാണ്. ഇപ്പോ വൺ നൈറ്റ് സ്റ്റാൻഡ്, കാഷ്വല്, പിന്നെ അല്ലെങ്കിൽ ബെഞ്ചിങ് എന്ന് പറഞ്ഞ ഒരുപാട് ഇങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ ഒരുപാട് ടേംസ് അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലിപ്പോ സാധാരണ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സാധാരണ ഒരു ലവിനുപരി എല്ലാം ഇപ്പോ ജസ്റ്റ് കാഷ്വൽ ആക്കി മാറ്റിയേക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോ. അതുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പൊ ലിവിങ് ടുഗെദർ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. കാരണം ഒരാളോട് മാത്രമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന് അപ്പുറത്തേക്ക് പലരിലേക്കും ആ ഒരു കൾച്ചർ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇപ്പൊ നമ്മുടെ ജെൻസി കുട്ടികളിൽ തന്നെയാണ്. കാരണം ഇപ്പൊ തമാശയായിട്ടും പല സിനിമ ട്രോളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഒരു ചായ കുടിക്കാൻ ഇപ്പോ ചായക്കടയുടെ ആവശ്യമില്ല, അല്ല ചായക്കട മൊത്തത്തിൽ വാങ്ങിക്കേണ്ട ആ ഒരു കൾച്ചറിലേക്ക് ജെൻസി. എന്റെ അഭിപ്രായത്തില് ജെൻസിനേക്കാളും അത് മില്ലേനിയൽസ് ആണ് കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, രണ്ടുപേരും പെടും. കാരണം ജെൻസിനെ മാത്രം പറയാൻ പറ്റില്ല. അല്ല നമ്മളിപ്പോ നിലവിൽ ഇപ്പൊ കണ്ടുവരുന്നത് അങ്ങനെയാണ്. കൂടുതലും കണ്ടുവരുന്ന ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പൊ കൊച്ചിയിലാണെങ്കിലും നമ്മള് ഇപ്പൊ പുതിയ
അതായത് ഇപ്പോ ജോലിക്ക് വന്ന് കൊച്ചിയിലും ബാംഗ്ലൂരും ഒക്കെ സെറ്റിൽ ആയിരുന്ന കുട്ടികളൊക്കെ, കാരണം അവർ ഈ കൾച്ചറിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണത്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാൻ റെഡി ആവാത്തതിന്റെ ഒരു കാരണം കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ആണ്. നമുക്ക് ഒരാളുടെയിലോട്ട് ഒരു ഫുൾ കമ്മിറ്റ്മെന്റ് ഒരു 100% കൊടുക്കാനുള്ളൊരു മടി കാരണമാണ് ഇപ്പൊ കൂടുതൽ ലിവിങ് ടുഗെദർ ആയിക്കോട്ടെ, കാഷ്വൽ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഇപ്പൊ മാരേജസിന്റെ കുറവായിക്കോട്ടെ നമ്മൾ കണ്ടുവരാൻ കാരണം. ഇപ്പൊ അവര് വിചാരിക്കുന്ന ഇത്രേ ഉള്ളൂ, മാരേജ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരാളുടെ അടുത്ത് മാത്രം സെറ്റിൽ ഡൗൺ ചെയ്യണം, എനിക്കിപ്പോ അതിന് പറ്റില്ല, എനിക്ക് എന്റേതായിട്ടുള്ള ഇത് വേണം, എനിക്ക് എന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം. പക്ഷെ അതൊരു മിസ്യൂസ് ചെയ്യപ്പെടുന്ന ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫെമിനിസത്തെ ഒക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ആ ഫെമിനിസത്തിന്റെ മീനിങ് കൃത്യമായിട്ടുള്ള രീതിയിലല്ല പൊതുസമൂഹത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ട്. അതായത് ഈ സ്ത്രീകൾക്കിടയിൽ ഇപ്പോൾ ഈ ക്രിമിനൽ സ്വഭാവം കൂടി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ക്രിമിനൽ സ്വഭാവം കൂടുതൽ തോന്നിയിട്ടുണ്ടോ? ഏത് രീതിയിലാണ്? അതിപ്പോ നമ്മള് ഇപ്പൊ ഒരു മയക്കുമരുന്ന് പിടിക്കുകയാണെങ്കിൽ, ആ മയക്കുമരുന്ന് പിടിക്കുകയാണെങ്കിൽ പിടിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു യുവതിയും ഉണ്ട്, ഒരു പുരുഷനും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വനിതാ ഗുണ്ടകൾ വരെ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് എപ്പോഴും ചർച്ച ചെയ്യാം. ഇത് കൂടാതെ എന്താ വെച്ചാൽ ഇപ്പൊ കുടുംബത്തിലേക്ക് നോക്കുക. ഇപ്പൊ ന്യൂജൻസി പിള്ളേരുടെ വിവാഹം കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുക്കളയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? പുട്ടുണ്ടാക്കാം. നമുക്ക് പുട്ടാണല്ലോ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. ഒരു പുട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ ആരുടെ ഇരണ്ടാൻ പറയും? പാർട്ണറോട് ചേരണ്ടാൻ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അരിപ്പൊടി കുഴയ്ക്കാന്ന് പറയും. അതെ, ഇക്വാലിറ്റി ആ ഒരു ഇക്വാലിറ്റിയാണ് ശരിക്കുള്ള ഒരു ഫെമിനിസം കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് മറ്റേ നമ്മുടെ പൊതുസമൂഹം കരുതി വെച്ചിരിക്കുന്ന ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാനും ചില ആളുകൾ പുരുഷന്മാരുടെ മേലുള്ള ആധിപത്യം ഉണ്ടാക്കി. അതെ, അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷ സമൂഹത്തിനെ മൊത്തം ഒഴിവാക്കിയിട്ട് നമുക്ക് എല്ലാത്തിന്റെയും പൊക്കത്ത് കയറി ഇരിക്കണം എന്നുള്ളതല്ല. നമുക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോ പണ്ടത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടുജോലികളെല്ലാം സ്ത്രീകൾ തന്നെ ചെയ്യണം എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാര് പിള്ളേരെ അത് ലെവൽ ചെയ്തുകൊണ്ട് ആൺമക്കളെ ആയാലും പെൺമക്കളെ ആയാലും ഒരേപോലെയാണ് വീട്ടുജോലികളായിക്കോട്ടെ എന്ത് കാര്യമായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിന്റെ ഒരു വ്യത്യാസം ഇപ്പൊ ഉള്ള ഒരു മാരേജ് കഴിയുമ്പോഴുള്ള പാർട്ട്നേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ രണ്ടുപേരും ഷെയർ ചെയ്താണ് ചില ജോലികൾ ചെയ്യുന്നത്. ഇപ്പോ അല്ലാണ്ട് ഹൗസ് വൈഫായിട്ട് നിൽക്കുന്നവരുണ്ട്, ബട്ട് സ്റ്റിൽ പാർട്ട്നേഴ്സ് അവരെ ഭയങ്കര കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഇപ്പോ ഹസ്ബൻഡ് മാത്രമാണ് സമ്പാദിക്കുന്നതെന്ന് കരുതുക, അപ്പോ വെറുതെ കൈ നീട്ടാണ്ടുള്ളൊരു അവസ്ഥ സ്ത്രീകൾക്ക് ലഭിക്കണം എന്നുള്ളത് ഈ ഒരു ഫെമിനിസത്തിലൂടെ കാണിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജീവനാംശം പ്രശ്നമില്ല. അപ്പൊ സ്ത്രീധനം എത്രയോ പേരുണ്ട്. എതിരാണ് നമ്മള് ലീഗലി. അങ്ങനെ വരുമ്പോ ജീവനാംശം ഇതും തമ്മിലുള്ള ഒരു മിസ്മാച്ചിങ് വേണ്ടില്ലേ? പക്ഷെ എല്ലാവരും അങ്ങനെ ജീവനാംശം അങ്ങനെ എത്രയോ പേര് ഇപ്പോ എടുത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അതെ, അത് ഒരു നമ്മൾ കൃത്യമായിട്ട് പറയാനുള്ള ഒരു പ്രമുഖ താരദമ്പതികളുടെ തന്നെ ഡിവോഴ്സില് ജീവനാംശം. പക്ഷെ ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെ ഒക്കെ കാണുന്നതാണ്. കാരണം അതായത് ഒരു വർഷം ഒരാളെ കല്യാണം കഴിക്കുക, അതിനുശേഷം പിന്നീട് ജീവനാംശം മേടിച്ച് ജീവിതകാലം മുഴുവൻ ഏതൊരു സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. കാരണം മറ്റേ സ്വന്തമാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. ഞാൻ ആ കോടീശ്വരനായിട്ടുള്ള അയാളെ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ഒരു കുട്ടിയും പ്രസവിച്ചതിന് ശേഷം ഒന്ന് ഡിവോഴ്സ് ആയിട്ട് ജീവനാംശം മേടിച്ച് നല്ല കോടീശ്വരിയായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചിട്ടിരുന്ന സമയത്താണല്ലോ നിന്റെ പ്രണയം വരുന്നത്. ആ ഒരു മാറ്റിലുള്ള പെൺകുട്ടികളില്ലേ ഇപ്പൊ നമ്മുടെ നാട്ടില്? ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം പല പുരുഷന്മാരും എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കിട്ടാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അതായത് ബിസിനസ് ഒരു കച്ചവടം ആരംഭിക്കാൻ വേണ്ടിയിട്ട് എന്താ എന്റെ പൈസ ഇല്ല, ബാങ്കിൽ ലോൺ കിട്ടത്തില്ല, അപ്പൊ പിന്നെ എന്താണ് നെക്സ്റ്റ് മാർഗം? നെക്സ്റ്റ് വഴി എന്താ വെച്ചാൽ വിവാഹം കഴിക്കുക. പക്ഷെ അതിനൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നു. സ്ത്രീധനം കൊടുക്കുക വാങ്ങിക്കുക ഇപ്പൊ എന്തായാലും ശിക്ഷാർഹമാണ്. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നത് ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരും അങ്ങനെ ചോദിച്ചു വാങ്ങാറില്ല. നേരത്തെ എന്ന് വെച്ചാൽ എന്റെ മകൻ ഡോക്ടറാണ്, അതുകൊണ്ട് പണ്ടത്തെ കാര്യം ഒരുവിധം പാർട്ട്നേഴ്സ് തന്നെ ഓൾറെഡി മുൻപേ തീരുമാനിക്കും. അതായത് ഇപ്പോ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വിവാഹത്തിന് സ്വർണം പോലും മീൻസ് താലി പോലും ഉപയോഗിക്കാതെ തന്നെ അതുപോലെ ആവശ്യമില്ലാത്തുള്ള രീതിയിൽ ഓൾറെഡി ഇപ്പോ പാർട്ട്നേഴ്സ് തമ്മിൽ ഓൾറെഡി തീരുമാനിച്ച് എന്നിട്ട് വീട്ടുകാരെ അറിയിക്കുന്ന തരത്തിലേക്ക് ആ ഒരു കാര്യത്തിൽ ഞാനിപ്പോ ജൻസി തലമുറയൊക്കെ അഭിനന്ദിക്കുകയായിട്ട് ചെയ്യുന്നത്. കാരണം നല്ലൊരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങോട്ട് ഇപ്പൊ കൂടുതലും അറേഞ്ച് മാരേജില്
കാളും ലവ് മാരേജ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ പാർട്ട്നേഴ്സ് പരസ്പരം അറിയുന്ന സാഹചര്യത്തില് അവരുടെ ഇടയിൽ പിന്നെ ഒരു ഡൗറിയോ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ വിഷയം പിന്നെ വരേണ്ട ആവശ്യം വരുന്നില്ല. പണ്ടത്തെ മാതിരിയല്ലോ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ എല്ലാം ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് തന്നെ വളരെ കുറവല്ലേ, എല്ലാ ലവ് മാരേജ് ആണ് ഇപ്പൊ കൂടുതലായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഡിവോഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഡിവോഴ്സിന്റെ എണ്ണം വർദ്ധിച്ചു പോകുന്നുണ്ട്, അത് മറ്റൊരു വസ്തുതയാണ്. പിന്നെ ഡിവോഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആത്മഹത്യയുടെ റേറ്റ് കുറയുന്നുണ്ട്. അത് കറക്റ്റാണ്, അത് ശരിയാണ്. അപ്പോ അതാണ് പറഞ്ഞത്, സ്ത്രീകൾ പണ്ടത്തെ പോലെ ഒന്നിനോടും കോംപ്രമൈസ് ചെയ്ത് ഇങ്ങനെ വീടിനകത്ത് സഹിച്ചു നിൽക്കാൻ വേണ്ടി തയ്യാറല്ല. അവര് പറ്റത്തില്ല എങ്കിൽ പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു കാരണം ഇതൊക്കെ ഒരു വർഷം ഒരു കുട്ടികളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇങ്ങനത്തെ തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ പാവം പിടിച്ച കുട്ടികൾ ഈ ലോകത്തേക്ക് വന്നിട്ട് അവർ അനാഥരായിട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ട ഒരു കാഴ്ച കൂടി നമുക്ക് മുമ്പിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇപ്പോ ഈ ആളുകളുടെ ഒരു ടേസ്റ്റിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും വളരെ ഫാഷനബിൾ ഒക്കെയാണ്. നമ്മൾ പലപ്പോഴും പല ഇതിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഈ നമ്മൾ ക്യാമ്പസുകളുടെയൊക്കെ മുമ്പിൽ കൂടെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഈ ഐ ടി പാർക്കുകളൊക്കെ കുഴപ്പമില്ല, ഈ ക്യാമ്പസുകളുടെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് കൂടുതലായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃത്തിക്കൊന്നും ഇപ്പൊ വലിയ പ്രാധാന്യമില്ലെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയില്ല, അത് ഓരോരുത്തരുടെ കാരണം ക്യാമ്പസിനകത്തേക്ക് നമ്മൾ പലപ്പോഴും കാണുന്നത് ബൈക്കിന് പുറകിലിരിക്കുന്ന ആളുകളും മുമ്പിലിരിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോ നമ്മൾ ഇതെന്താണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്, എന്താണ് ഇവരുടെ ഒരു സൗന്ദര്യ സങ്കല്പം എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ പണ്ടത്തേനേക്കാളും ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ അവരുടെ വസ്ത്രധാരണം ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇപ്പൊ ഒരുപാട് ഫാഷൻ ഐക്കൺസ് ആയിട്ട് മാറുന്നുണ്ട്. അതിലുപരി ഇപ്പൊ റീൽസിലായിക്കോട്ടെ കുറെ ഫാഷൻ സ്റ്റൈലിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ ഫാഷൻ കാര്യങ്ങൾ നമ്മുടെ ഷോപ്സ് ആയിട്ട് തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആർക്കാണ് അത് കൂടുതൽ താല്പര്യപ്പെടുന്നത്? അഫ്കോഴ്സ് നമ്മള് ജൻസികൾക്ക് തന്നെയാണ്. അങ്ങനത്തെ ഒരു മാറ്റമാണ് ഇപ്പൊ പല ക്യാമ്പസുകളിലും ഹൈജീൻ ആണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ വസ്ത്രധാരണമാണെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് വേറൊരു കാര്യം അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ പെൺകുട്ടികൾ സ്മോക്ക് ചെയ്യുക, ഡ്രിങ്ക് ചെയ്യുക അല്ലെങ്കിൽ കുറവായിരുന്നു. പക്ഷെ ഈ പബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കോൺസെപ്റ്റ് ആണ്, പബ്ബിലൊക്കെ പോകാന്ന് പറഞ്ഞത്. പക്ഷെ പബ്ബിൽ പോകുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. കാരണം ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് പലരും അവിടെ പോയിട്ട് മ്യൂസിക് ഇടുകയൊക്കെ ചെയ്യുന്നത്. അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സ്മോക്കിംഗ് ചെയ്യുന്നതൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലായിട്ട് കാണുന്ന പെൺകുട്ടികളുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി സ്മോക്ക് ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതൊരു സ്റ്റൈലാണ് എന്ന് കരുതുന്ന ഒരു തലമുറ കൂടി ഉണ്ടോ? ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. എനിക്ക് സ്മോക്കിംഗ് ഇഷ്ടമില്ലാത്ത ഒരാൾ തന്നെയാണ്. പക്ഷെ സ്മോക്ക് ചെയ്യുന്നവരും ഉണ്ട്, ഇപ്പൊ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ. പക്ഷെ പുരുഷന്മാരെക്കാളും ഇരട്ടിയായിട്ട് സ്ത്രീകളെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. പുരുഷനെ സ്ത്രീ ഒരുപോലെയല്ല. അതെ, അപ്പൊ അവിടെയുള്ള ഒരു ഫിസിക്കൽ ഡിഫറൻസ് അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, അംഗീകരിക്കുകയും ചെയ്യുകയാണ് ഇതിനോട്. കഴിഞ്ഞ ദിവസം ഒരു കോടതി ഉത്തരവ് വന്നു, അതായത് പുരുഷനെ അല്ലെങ്കിൽ ഭർത്താവിനെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റുന്നത് അവരോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. മറുവാദവും കമന്റുകളായിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതിനെ കൂടുതൽ പ്രസക്തി, അതായത് അവിടെയില്ല ഇവിടെയില്ല, ഇവര് രണ്ടുപേരും മാത്രം. അതെ, ഇപ്പൊ ഞാൻ റീൽസിൽ തന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഫണ്ണായിട്ടാണ് അവരത് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഇത്രേ ഉള്ളൂ, പെണ്ണ് കാണാൻ വരുമ്പോ തന്നെ പറയാം, നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് മാറി ജീവിക്കുന്നു. മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ പോയി ജീവിക്കാം, ഒരു ദിവസം എന്റെ വീട്ടിൽ പോയി ജീവിക്കാം. ആർക്കും ഒരു കംപ്ലൈന്റ് വേണ്ട എന്നുള്ള രീതിയിലോട്ട് വരുന്നുണ്ട് ഇപ്പൊ കൂടുതലും. പക്ഷെ അത് കുറച്ചുകൂടെ, അതായത് അവർക്ക് അവരുടെ പ്രൈവസി ആയിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതായത് വെച്ചാൽ ഇപ്പൊ ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്നത് കയറി വന്ന പെണ്ണ് നീ കാരണമാണ്, അല്ല എന്റെ മോൻ അത് ചെയ്തില്ല നീ കാരണമാണെന്ന് പറയുന്ന ഒരു ഫാമിലി ഇപ്പൊ ഒരു ചിലയിടത്തൊക്കെ ഉണ്ട്. അപ്പൊ അതിലും നല്ലത് സെപ്പറേറ്റ് മാറി താമസിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായിരിക്കണം ഫെമിനിസം എന്നാണ് ശില്പ കരുതുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഫെമിനിസം എന്ന് പറയുന്നത് ഇന്നത്തെ ഷോ ഓഫ് അല്ലെങ്കിൽ പുരുഷന്മാരെ മൊത്തത്തിൽ എതിർക്കുക അല്ലെങ്കിൽ അവരെ ആ ഒരു തരത്തിലുള്ള ഫെമിനിസത്തോടെ എനിക്ക് യോജിപ്പില്ല. അതായത് ജോലി സ്ഥലത്താണെങ്കിലും മറ്റെല്ലാ മേഖലയിലും ഒരു സമത്വം കൊണ്ടുവരിക, അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പൊ സ്ത്രീകൾക്ക് കുടുംബത്തും, അതായത് ഗാർഹിക പീഡനം അതിൽ വരാം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള സുരക്ഷ, ഇതെല്ലാം
ഇതെല്ലാം ഫെമിനിസത്തിന്റെ ഭാഗമാണ്. ഞാൻ മീൻസ് ആ ഒരു തരത്തിലാണ് ഞാൻ ഫെമിനിസം എന്ന കാഴ്ചപ്പാടിനെ ഞാൻ കാണുന്നത്. എന്ന് വെച്ചിട്ട് എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കുകയും അല്ലെങ്കിൽ പുരുഷന്മാരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണ്, ആ ഒരു രീതിയിലുള്ള ഫെമിനിസത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഈ ടോക്സിക് ഫെമിനിസത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ടോക്സിക് ഫെമിനിസത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ആളുകൾ ഫെമിനിസ്റ്റ് ആയിട്ട് ജീവിക്കുന്നത് കൊണ്ട് എല്ലാവരും അവരെ അങ്ങ് അംഗീകരിച്ചിരിക്കുക, അതാണ് ഫെമിനിസം എന്നൊരു സാധനത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാണ്ട് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഇങ്ങനെ അവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞ് ജീവിക്കാതെ നമ്മുടെ സ്വന്തമായിട്ട് ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ഒരു ഫെമിനിസത്തിലേക്കാണ് മാറേണ്ടത്. അല്ലാണ്ട് നമ്മളിപ്പോൾ പുരുഷവിരോധം, എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പുരുഷവിരോധം ഫെമിനിസം ആണെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരും അവർക്കും തുല്യ സാധനം തന്നെ ഇവിടെ വേണം. അല്ലാണ്ട് എല്ലാം പെൺകുട്ടികൾക്ക് മാത്രം മതി, അല്ലെങ്കിൽ എല്ലാവർക്കും വുമൻസിന് മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരാതെ പുരുഷന്മാരെയും കൂട്ടി അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് ജീവിക്കണം. ഈ ന്യൂജൻസ് ഫെമിനിസത്തിലെ ഈ ഈക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നിയമത്തിന്റെ പരിരക്ഷ ഇപ്പൊ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫെമിനിസത്തിന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഈ നിയമത്തിലും തുല്യത അത് പുരുഷനും സ്ത്രീക്കും ഒരേ രീതിയിൽ തന്നെ വേണ്ടേ? അതും ഞാൻ യോജിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ വേണം എന്നാണ്. കാരണം ഇപ്പോ നീതി നിഷേധിക്കപ്പെടുന്ന ഇപ്പോ എല്ലാ സ്ത്രീകളും നല്ലതായിരിക്കണം എന്നില്ല. ഒരുപാട് കേസുകൾ പോകുന്ന സമയത്ത് ചില സമയം പുരുഷന്മാരുടെ സൈഡിലും ശരിയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ ആ ഒരു സമയത്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ ഈക്വൽ ആയിട്ടുള്ളൊരു നീതി നടപ്പിലായി കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഇവർ പറഞ്ഞതിനോട് തന്നെ എനിക്ക് യോജിപ്പാണ്. കാരണം നമ്മൾക്ക് എല്ലാത്തിനും ഉപരി സ്ത്രീകൾ എത്തണം എന്ന് നമുക്ക് ആർക്കും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്താണോ കിട്ടുന്ന അതേ ഒരു ഫ്രീഡവും അതേ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കും ചെയ്യാനുള്ള ഒരു അവസരവും ഇതുമാണ് നമ്മളും ആവശ്യപ്പെടുന്നുള്ളൂ ഫെമിനിസത്തില്. പ്രിവിലേജിന്റെ ആവശ്യമില്ല. അതെ, ഇത് തന്നെ. അതായത് ഇപ്പം ആണുങ്ങളുടെ സ്വകാര്യത, കഴിഞ്ഞ ദിവസം കോടതി മറ്റേ ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു, ലഹരി കേസിൽ പിടിക്കുന്ന സ്ത്രീകളുടെ മുഖം കാണിക്കാൻ പാടില്ല. അതിനോട് ഞാനായാലും യോജിക്കുന്നില്ല. അതെ, അപ്പൊ അതുപോലെ നിയമങ്ങളാണെങ്കിലും എന്താണെങ്കിലും തെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ശിക്ഷിക്കപ്പെടണം. ഏതെങ്കിലും പുരുഷ വിരോധമല്ല ഫെമിനിസം എന്ന് പൊതുസമൂഹം മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.